ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മോട്ടിവേഷനെ കുറിച്ചാണ്. മോട്ടിവേഷൻ നിങ്ങളെ രക്ഷിക്കില്ല. ജീവിതം മാറ്റുന്നത് ഡിസിപ്ലിനാണ്. അത് എന്തുകൊണ്ടാണ്? മോട്ടിവേഷൻ ഒരു കള്ളമാണ്, അല്ലെങ്കിൽ ജീവിതം മാറ്റുന്നത് ഇതാണ്. നിങ്ങൾ ദിവസവും മോട്ടിവേഷൻ തേടുകയാണോ? അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര മോട്ടിവേഷൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട്? എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? എത്ര തവണ നാളെ മുതൽ ഞാൻ മാറുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്? പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ പോയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രശ്നം നിങ്ങളിലല്ല, പ്രശ്നം നിങ്ങൾ മോട്ടിവേഷനെ ആശ്രയിച്ച് ജീവിക്കുന്നതിലാണ്. ഇന്ന് ഈ വീഡിയോയിൽ ജീവിതം ശരിക്കും മാറ്റുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊരു കഥ പറയാം. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 2 പേരും ഒരേ ദിവസം ജിമ്മിൽ പോകും. ആദ്യ ദിവസം 2 പേരും വലിയ ആവേശം. പുതിയ ഷൂ, പുതിയ ഡ്രസ്സ്, സെൽഫി, സോഷ്യൽ മീഡിയ പോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ ജിമ്മിൽ പോകുന്നത് നിർത്തി. മറ്റേയാൾ ഇപ്പോഴും ദിവസവും പോകുന്നു. 2 പേരും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ആദ്യ ആളിന് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ആളിന് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. മോട്ടിവേഷൻ നമ്മളെ തുടങ്ങാൻ സഹായിക്കും, പക്ഷെ അവസാന ലക്ഷ്യത്തിലെത്തുന്നത് ഡിസിപ്ലിനാണ്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, മോട്ടിവേഷൻ എന്തുകൊണ്ട് നമ്മെ രക്ഷിക്കില്ല? മോട്ടിവേഷൻ ഒരു വികാരമാണ്. സന്തോഷം പോലെ ദുഃഖം പോലെ അത് വരും പോവും. ഒരു ദിവസം രാവിലെ നിങ്ങൾ വളരെ ആവേശത്തോടെ എഴുന്നേൽക്കും. ഇന്ന് മുതൽ ഞാൻ ജീവിതം തന്നെ മാറ്റുമെന്ന് തീരുമാനിക്കും. പക്ഷെ അടുത്ത ദിവസം മഴ പെയ്യും പോലെ ഉറക്കം കൂടുതലാണ്, ഓഫീസിൽ ജോലി കൂടുതലാണ്. അപ്പോൾ മോട്ടിവേഷൻ എവിടെ പോവും? അത് അപ്രതീക്ഷിതമാവും. കാരണം മോട്ടിവേഷൻ സ്ഥിരമായ ഒന്നല്ല. ഉദാഹരണത്തിന്, പുതുവർഷ ദിവസം എത്ര ആളുകളാണ് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്? ദിവസവും എക്സസൈസ് ചെയ്യണം, ഷുഗർ ഒഴിവാക്കണം, ഇന്ന് ഞാൻ പുസ്തകം വായിക്കും, ഇന്ന് എനിക്ക് പുറത്തു പോകണം. പക്ഷേ ഫെബ്രുവരി എത്തുമ്പോഴേക്കും അതിൽ ഭൂരിഭാഗം തീരുമാനങ്ങളും അവസാനിച്ചിരിക്കും. അവർക്ക് സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, മോട്ടിവേഷനെ മാത്രം ആശ്രയിച്ചത് കൊണ്ടാണ്. മോട്ടിവേഷൻ നിങ്ങളെ ഓടാൻ പഠിപ്പിക്കും, പക്ഷേ ക്ഷീണം വന്നാലും മുന്നോട്ട് നടക്കാൻ പഠിപ്പിക്കുന്നത് ഡിസിപ്ലിനാണ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിൻ എന്നത് മനസ്സിലുള്ളപ്പോൾ മാത്രം ചെയ്യുന്ന ഒന്നല്ല, മനസ്സില്ലാത്ത ദിവസങ്ങളിലും ചെയ്യേണ്ട കാര്യം ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു ഡോക്ടർ എല്ലാ ദിവസവും രോഗികളെ കാണുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒരേ ആവേശം ഉണ്ടാകണമെന്നില്ല, എന്നിട്ടും അദ്ദേഹം ജോലി ചെയ്യുന്നു. ഒരു അധ്യാപകൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഉണ്ടാകണമെന്നില്ല, പക്ഷേ അവർ പോകുന്നു. കാരണം അത് അവരുടെ ഡിസിപ്ലിനാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. മനസ്സുണ്ടെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ജീവിതം മുന്നോട്ട് പോകില്ല. മനസ്സില്ലെങ്കിലും ചെയ്യും എന്ന് തീരുമാനിക്കുന്ന നിമിഷമാണ് സത്യമായ മാറ്റം തുടങ്ങുന്നത്. വിജയിച്ച ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ മോട്ടിവേഷൻ ഇല്ല, പക്ഷേ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ശരി, മോട്ടിവേഷൻ മാത്രം പോരെന്ന് മനസ്സിലായി, പക്ഷേ ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കാം? അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. വിജയിച്ച ആളുകൾ ദിവസവും ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്. അതാണ് അവരുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് കുറച്ച് സീക്രട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സീക്രട്ട്, ചെറിയ കാര്യങ്ങളിൽ സ്ഥിരത പാലിക്കുക. സുഹൃത്തുക്കളെ, പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. അവർ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കും, അടുത്ത ദിവസം ഒന്നും പഠിക്കില്ല. ഒരു ദിവസം 2 മണിക്കൂർ ജിമ്മിൽ പോകും, അടുത്ത 4 ദിവസം പോകുകയേ ഇല്ല. ഇത് ഡിസിപ്ലിൻ അല്ല. ഡിസിപ്ലിൻ എന്നത് ചെറിയ കാര്യങ്ങൾ പോലും ദിവസവും ചെയ്യുന്നതാണ്. ഒരു ചെടി നട്ടാൽ ഒരു ദിവസം 10 ലിറ്റർ വെള്ളം ഒഴിച്ചതുകൊണ്ട് കാര്യമില്ല. ദിവസവും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മാത്രമേ അത് വളരൂ. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. എക്സാമ്പിൾ പറയാട്ടോ, അതിനൊരു ഉദാഹരണം, ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് മാത്രം പഠിക്കുന്നു. മറ്റൊരു വിദ്യാർത്ഥി ദിവസവും 30 മിനിറ്റ് പഠിക്കുന്നു. അവസാനം ആരാണ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക? ദിവസവും പഠിച്ച ആളാണ്. ഓർമ്മിക്കൂ, വലിയ മാറ്റങ്ങൾ ചെറിയ ശീലങ്ങളുടെ ഫലമാണ്. രണ്ടാമത്തെ സീക്രട്ട് എന്താണെന്ന് നോക്കാം. മനസ്സ് പറയുന്നത് എല്ലായ്പ്പോഴും കേൾക്കരുത്. രാവിലെ അലാറം അടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത്? ഇന്ന് മാത്രം ഉറങ്ങൂ. പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കാം. ജോലി തുടങ്ങുമ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ബ്രെയിൻ. അതെപ്പോഴും എളുപ്പമുള്ള വഴിയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ വിജയിച്ചവർ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ മനസ്സ് പറയുന്നതല്ല, എൻ്റെ ലക്ഷ്യം പറയുന്നതാണ് ഞാൻ കേൾക്കുക. അതുകൊണ്ടാണ്
എൻ്റെ മനസ്സ് പറയുന്നതല്ല, എൻ്റെ ലക്ഷ്യം കേൾക്കുന്നതാണ് ഞാൻ കേൾക്കുക എന്നവർ മനസ്സിലാക്കി. സീക്രട്ട് 3, എക്സ്ക്യൂസ് നിർത്തുക. നമ്മളിൽ പലരും പറയുന്ന ചില വാക്കുകളുണ്ട്. സമയമില്ല, പണമില്ല, ഭാഗ്യമില്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പക്ഷെ സത്യം എന്താണെന്നറിയോ? വിജയിച്ച ആളുകൾക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യാസം അവർ കാരണങ്ങൾ അന്വേഷിച്ചില്ല, അവർ പരിഹാരങ്ങൾ അന്വേഷിച്ചു. എക്സാമ്പിളായി, ഒരു യൂട്യൂബർ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ക്യാമറ ഉണ്ടായിരുന്നില്ല, പെർഫെക്റ്റ് മൈക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം തുടങ്ങി. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണുന്നു. പെർഫെക്റ്റ് സമയം വരില്ല, തുടങ്ങുന്ന സമയമാണ് പെർഫെക്റ്റ്. 4ാമത്തെ സീക്രട്ട്, തോറ്റാലും വീണ്ടും എഴുന്നേൽക്കുക. ഡിസിപ്ലിനുള്ള ആളുകൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല എന്നല്ല, അവർക്കും തോൽവിയുണ്ട്. പക്ഷെ അവർ ഒരു ദിവസം തോറ്റാൽ അടുത്ത ദിവസം വീണ്ടും തുടങ്ങും. ഒരു ദിവസം എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലേ, അത് പ്രശ്നമല്ല. പക്ഷെ ഇനി എല്ലാം പോയി എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് പ്രശ്നം. എക്സാമ്പിൾ, ഒരു കുട്ടി സൈക്കിൾ പഠിക്കുമ്പോൾ എത്ര തവണ വീഴും, പക്ഷെ അവൻ എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കും. അതിനാലാണ് ഒരു ദിവസം അവൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത്. ജീവിതവും അങ്ങനെ തന്നെയാണ്. 5ാമത്തെ സീക്രട്ട്, ഫ്യൂച്ചറിന് വേണ്ടി പ്രവർത്തിക്കുക. 5ാമത്തെ സീക്രട്ട്, ഫ്യൂച്ചറിന് വേണ്ടി പ്രവർത്തിക്കുക. ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ 5 വർഷം കഴിഞ്ഞുള്ള നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പുസ്തകം വായിച്ചാൽ, ഇന്ന് നിങ്ങൾ ഒരു പുതിയ സ്കിൽ പഠിച്ചാൽ, ഇന്ന് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഫലം നാളെ കിട്ടില്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്കതിൻ്റെ ശക്തി മനസ്സിലാവും. ഡിസിപ്ലിൻ എന്നത് ഇന്നത്തെ ചെറിയ ത്യാഗം നാളത്തെ വലിയ വിജയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി കാണും. മോട്ടിവേഷൻ നമ്മളെ തുടക്കം കുറിക്കാൻ സഹായിക്കുന്നു, പക്ഷേ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത് ഡിസിപ്ലിനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മോട്ടിവേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.